വേണു ബാലകൃഷ്ണൻ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ. ഒരിടത്ത് നിൽക്കത്തില്ല, നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റൂല. അതേ സാമ്പത്തികം മാത്രമല്ല, സാമ്പത്തികം നോക്കി ചാടുന്നവരുണ്ട്. നല്ല പെർക്സ് കിട്ടുമ്പോൾ, നല്ല പൊസിഷൻ കിട്ടുമ്പോൾ ചാടുന്നു. ഇതങ്ങനെയല്ല, കൂടെയുള്ളവർ നിർത്തൂല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വരുമ്പോൾ വ്യക്തിപരമായി പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞു വരുമ്പോൾ വ്യക്തിപരമായി കാര്യങ്ങൾ പറയേണ്ടി വരും. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ചില കാര്യങ്ങൾ പറയാതിരിക്കാനാകില്ല. അത് പറഞ്ഞേ കഴിയൂ. കഴിഞ്ഞ ദിവസം വേണു ബിഗ് ന്യൂസിൽ ഒരു അടിയടിച്ചു. ബിഗ് ടി വിയിൽ അടിക്കുന്നതിൽ കുഴപ്പമില്ല വേണു. കാരണം എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദൻ ഭജൻ ഗ്രൂപ്പ് ഇപ്പോൾ വളരെ ഫേമസ് ആയില്ലേ, വളരെ വലിയ ഫേമസ് ആയില്ലേ കേരളത്തിൽ. ചിദാനന്ദ ഒരു സ്വാമി ഒരു അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് പോയില്ലേ. എങ്ങനെ ഫേമസായി? ഹിന്ദു ഭജൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ പാട്ട് പാടി പെട്ടെന്ന് ഫേമസ് ആവാൻ പറ്റിയില്ലേ കേരളത്തിൽ. അടുത്ത പിന്നെ സ്മൃതി പരുത്തിക്കാട് വയനാട് വിഷയത്തിൽ ഒന്ന് ശകലം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വർത്തമാനം പറഞ്ഞു. അവർ വളരെ ഫേമസ് ആയില്ലേ സ്മൃതി പരുത്തിക്കാട്. അതുപോലെ ഓരോരുത്തർ, ഡോക്ടർ അരുൺകുമാർ സ്ഥിരമായി പറഞ്ഞ് ഫേമസ് ആവുന്ന ആളാണ്. രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഫേമസ് ആവുന്ന ആളാണ്. ഇങ്ങനെ കുത്തിത്തിരിപ്പും വെട്ടിപ്പിടുത്തവും ഒരുപാട് അലുമ്പ് കാര്യങ്ങളും പിന്നെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോപ്പുലറാകാം. വേണുവിന് ബിഗ് ടി വിയിൽ ചെന്നപ്പോൾ ഒന്ന് പോപ്പുലർ ആവണം. വേണു എന്ത് ചെയ്തു? ഉടൻ തന്നെ ബിഗ് ടി വിയുടെ ഒരു സ്ക്രീനുമൊക്കെ അടിച്ച് വേണുവിൻ്റെ ഒരു പടമൊക്കെ വെച്ച് വേണു ഒരു തള്ളി. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം സ്ത്രീകൾ പോകുന്നത് തിന്നാനാണ്, തീറ്റപ്പണ്ടാരങ്ങളാണെന്ന്. പണ്ട് ഇതുപോലെ ശ്രീമതി ടീച്ചർ അടിച്ചു. സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് നനഞ്ഞ് കുളത്തിൽ കുളിക്കാനാണെന്നും കുളിച്ചിട്ട് ഒറ്റമുണ്ട് മാത്രം കൊടുക്കുമെന്നും അപ്പോൾ ശരീരത്തിൻ്റെ വടിവും കംപ്ലീറ്റ് ശരീരഭാഗങ്ങളും പുറത്ത് കാണാൻ പറ്റുമെന്നും അത് കാണിക്കാൻ സ്ത്രീകളും കാണാൻ പുരുഷന്മാരുമാണ് അമ്പലത്തിൽ പോകണമെന്ന് ശ്രീമതി ടീച്ചർ ഒരു തള്ളി കേട്ടോ. ആ ശ്രീമതി ടീച്ചറിൻ്റെ മക്കൾ അമ്പലത്തിൽ പോകും. ആലോചിച്ച് വേണം. പിന്നെ പിണറായി വിജയൻ്റെ മോൻ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ട്. മരുമോളൊക്കെ പോയി പൂജ നടത്തി. ഇതൊക്കെ വേണമെന്ന് പറയണം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് അന്നദാന കഥയുമായി വേണു വരുന്നത്. വേണു അന്നദാനം എന്ന് പറയുന്ന വേദങ്ങളുടെ കാലം മുതൽ ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രസാദം കൊടുക്കും. വേണു ചന്ദനം പ്രസാദമാണ്, പായസം പ്രസാദമാണ്. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ എൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ എല്ലാ കുട്ടികളും പോവും. അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും അമ്പലം നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരും പോയി അവിടെ കൊടുക്കുന്ന അവിൽ, പഴം, പൊരി, പായസമൊക്കെ തിന്നാൻ വലിയ അടിയാണ്. വല്ലപ്പോഴും അവിടെ അന്നദാനം വയ്ക്കും. ആ അന്നദാനം വയ്ക്കുന്നത് എല്ലാവരും പൈസ പിരിച്ചിട്ടാണ്. വേണു ഇവിടെ ഏത് ക്ഷേത്രത്തിലാണ് രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം ഭക്ഷണം, ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് സകല പേരും വീട് പൂട്ടിയിട്ട് ഏത് അമ്പലത്തിലാണ് പോണേ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 നേരം അമ്പലത്തിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. രാവിലെ ഇഡ്ഡലി കൊടുക്കും, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഉപ്പുമാവ് കൊടുക്കും, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, വൈകുന്നേരം കഞ്ഞി കൊടുക്കും. 1-2 കറിയാണ് കൊടുക്കുന്ന വേണു. അത് 50 രൂപ കൊടുത്താൽ വെളിയിൽ ഹോട്ടലിൽ കിട്ടും. എന്നിട്ടും നല്ല സമ്പന്നരുൾപ്പെടെയുള്ള ആളുകൾ ക്യൂ നിൽക്കുന്നതേ കണ്ണൻ്റെ പ്രസാദമാണെന്നുള്ള സങ്കല്പത്തിലാണ്. അവിടെ കൊടുക്കുന്നുണ്ട് 3 നേരം. വേറെ എത്ര ക്ഷേത്രത്തിൽ കൊടുക്കുന്നു? മൂകാംബികയിൽ 1 നേരമാണ് കൊടുക്കുന്നത്, രാത്രി മാത്രം. പിന്നെ തിരുപ്പതിയിലും പിന്നെ 1 നേരമാണ് കൊടുക്കുന്നത്. 3 നേരം എവിടെയാണ് കൊടുക്കുന്നത് വേണു? അത് പുറത്തുള്ള ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും, ആരെങ്കിലും 4 ആളുകൾ ഒരു ചന്ദനക്കുറിയിട്ടാൽ സംഘപരിവാർ, ഒരു കാവി മുണ്ടെടുത്താൽ സംഘപരിവാർ, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന പൈസ. ഏത് രാജ്യത്ത് നിന്ന് ഏത് മുതലാളിയാണ്, ഏത് രാജ്യത്തു നിന്നാണ് ഇവിടെ ഹിന്ദു മതത്തിലേക്ക് ആളുകൾ പൈസ കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നല്ല സുഖമല്ലേ വേണു? കാരണം 10,000 ക്ഷേത്രങ്ങളിൽ ഒരു ശബരിമല അതുപോലെ ഒരു 10-100 ക്ഷേത്രം ഒഴിച്ച് എല്ലാ ക്ഷേത്രങ്ങളും നഷ്ടത്തിലാണ് ഓടുന്നത്. അവർക്ക് പോറ്റിക്ക് കൊടുക്കാൻ ശമ്പളമില്ല, ദേവസ്വം ബോർഡിന് കൊടുക്കാൻ പൈസയില്ല. വളരെ ഗതികേടിലാണ് പോറ്റിമാർ ജീവിക്കുന്നത്. ആ പോറ്റിമാർക്കൊക്കെ നല്ല സുഖമല്ലേ? അന്നദാനത്തിന് വേണ്ടി ഒരുപാട് കോടിക്കണക്കിന് രൂപ പുറത്തുനിന്നൊക്കെ വരുന്നെങ്കിൽ നല്ല സുഖമല്ലേ? പോറ്റിക്കും കുറച്ച് പൈസ എടുത്തൂടെ? എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. വേണുവിന് പറ്റിയത് തൊഴിലുറപ്പ് പണിയാണ്. ഞാൻ തൊഴിലുറപ്പിനെ കൊച്ചാക്കി കാണിക്കില്ല. അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ, ഈ സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ പോയി പണിയെടുക്കണം. ഈ പണി മതിയാക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വല്ല യൂട്യൂബും തുടങ്ങി കാര്യങ്ങളിലേക്ക് പോകണം. എന്തായാലും വലിയ ചാനലുകളിൽ വന്നിരുന്ന് ഇത്തരം തള്ളരുത്. വേണുവിനോട് വളരെ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി പറയട്ടെ, വേണു ഈ പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണ്, ശുദ്ധ പോക്കൃത്തരമാണ്. കാരണം ഹിന്ദു സ്ത്രീകൾ, ഹിന്ദു അമ്മമാരും സ്ത്രീകളാണ് കൂടുതൽ പോകുന്ന ക്ഷേത്രങ്ങളിൽ. അവർ ക്ഷേത്രത്തിൽ പോകുന്നത് തൊഴാനല്ല, അവർ പ്രസാദം കഴിക്കാനുമല്ല, അവർ അന്നദാനത്തിൻ്റെ ഭിക്ഷയ്ക്ക് പോകുന്നതാണ്, യാചനയ്ക്ക് പോകുമ്പോൾ അതുപോലെ പോകുന്നതാണ്. അമ്പലത്തിൽ ചെന്നാൽ രാവിലെ പോയാൽ അവർ രാവിലത്തെ ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് എപ്പോഴാണ് ഭക്ഷണം കൊടുക്കണം അപ്പോൾ പോയി ക്യൂവിൽ നിന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി വരെ അവിടെ ഇരിക്കും, വീണ്ടും രാത്രി ഭക്ഷണം കഴിക്കും. അങ്ങനെ 24 മണിക്കൂറും രാവിലെ പകൽ മുഴുക്കമുള്ള 10-12 മണിക്കൂർ വർഷത്തിൽ 365 ദിവസവും ക്ഷേത്രത്തിൽ അവരെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന്. എന്തൊരു പൊട്ടത്തരമാണ് ഈ താങ്കൾ ഈ പറയുന്നത്. രാവിലെ പോകുന്നവർ സമയം കിട്ടുമെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കും,
ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് അത് അന്നദാനമാണെന്നേ. അതിനകത്ത് താങ്കളൊരു 10 ക്ഷേത്രത്തിൻ്റെ, വേണ്ട ഒരു 5 ക്ഷേത്രത്തിൻ്റെ, വേണ്ട ഒരു ക്ഷേത്രത്തിൻ്റെ കണക്കെടുത്തിട്ട് അവിടെ അവിഹിതമായി പണം വരുന്നു എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തി പുറത്തു കൊണ്ടുവന്നാൽ വേണുവിൻ്റെ കൂടെ നിൽക്കും ഞാൻ. പക്ഷേ ഇത് വേണു ശുദ്ധമായ അസംബന്ധമാണ് വേണു പറയുന്നത്. വേണു ഇത് പിൻവലിച്ച് മാപ്പ് പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസിയാണെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പൂജയ്ക്ക് കൊടുക്കണം. താങ്കൾ വിശ്വാസി അല്ലെങ്കിലും ഭാര്യയോ മക്കളോ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വിശ്വാസികളായിരിക്കും. അവരെ ഒരു ഭാഗ്യ സൂക്തത്തിൻ്റെ ഒരു പുഷ്പാർച്ചന നടത്താൻ, അതുപോലെ തന്നെ ഒരു പേര് പറഞ്ഞ്, താങ്കളുടെ പേര് നക്ഷത്രം പറഞ്ഞ് അർച്ചന നടത്താൻ പറഞ്ഞേക്കുക. എന്നിട്ട് സമസ്ത അപരാധവും പൊറുക്കാൻ വേണ്ടി താങ്കൾ അമ്പലത്തിൽ പോയി രഹസ്യമായി അങ്ങ് തൊഴുതേക്കുക. എന്തൊരു വിവരക്കേടാണ് താങ്കൾ പറയുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുന്നത് 70-കൾ 80-കളിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കിടന്ന ക്ഷേത്രങ്ങൾ, കുറച്ചൊക്കെ സാമ്പത്തികവും വിദേശത്തൊക്കെ ആളുകൾ പോയപ്പോൾ, ഹിന്ദുക്കളുടെ ആളുകളൊക്കെ വിദേശത്തൊക്കെ പോയപ്പോൾ അവരയച്ചു കൊടുക്കുന്ന ചെറിയ പൈസയിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് അലങ്കാരവും പരിപാടികളൊക്കെ നടത്തുമ്പോൾ അത് കള്ളപ്പണമാണെന്നും ബ്ലാക്ക് മണിയാണെന്നും ഒക്കെ പറയുമ്പോൾ വിത്ത് എവിഡൻസ് വർത്തമാനം പറയണം. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല വേണു. ഇത് ക്രിസ്തീയ മതത്തിലേക്ക് നിങ്ങൾ ക്രിസ്ത്യാനികൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അതിനെക്കുറിച്ച് താങ്കളൊന്ന് അഭിപ്രായം പറഞ്ഞു നോക്കൂ. അവിടെ എന്തെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട്, ലേലം ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു. മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കാൻ പോകും. താങ്കൾ അവിടെ നിന്ന് തള്ളി നോക്കൂ. അടി ഉറപ്പാണ്. ഇത് ഹിന്ദു സമാജമായതുകൊണ്ടും ഹിന്ദു സനാതന ധർമ്മക്കാരായതുകൊണ്ടും ആര് കയറി നെഞ്ചിൽ മേഞ്ഞാലും കാളീയ മർദ്ദനം നടത്തിയാലും സംഹാരതാണ്ഡവം നടത്തിയാലും ഒന്നും പറയില്ല വേണു. ചവിട്ടാം, താഴ്ത്താം, പാതാളത്തിലേക്ക് വേണമെങ്കിൽ ചവിട്ടാം. അത് ഹിന്ദു സമാജത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം പണി കൊടുക്കൽ നമ്മൾ കൊടുത്താൽ ശരിയാവില്ല, അത് ദൈവം കൊടുക്കട്ടെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് ഹിന്ദുക്കൾ ആരും പോയി പണിയാറില്ല. പക്ഷേ പണി കിട്ടേണ്ടവർക്ക് പണി പാലും വെള്ളവുമായിട്ട് തന്നെ വേണുവിന് കിട്ടും. എല്ലാവർക്കും കിട്ടും. ഞാൻ വേണുവിനെ വ്യക്തിപരമായി പറയുന്നതല്ല. പക്ഷേ ഈ പണി വേണു മതിയാക്കണം.